റെഡി വിത്ത് മീ ആയാലോ? നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കുർത്തയാണ്. ഒരു ഓഫ് വൈറ്റ് കുർത്തയിൽ ഗ്രീൻ ഫ്ലവർ വർക്കൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രീൻ പാൻറ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഈ സാധനം ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ്റെ ഗിഫ്റ്റാണിത്. അപ്പോൾ നമ്മളിന്ന് ബാലുശ്ശേരിയിലുള്ള എൻ്റെ മൂത്തയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മേക്കപ്പിൻ്റെ ആവശ്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മളൊന്ന് ഇത്തിരി ഒന്ന് മേക്കപ്പ് ഇടുന്നേ ഉള്ളൂ. യൂഷ്വലി ഞാൻ മേക്കപ്പ് ഇടാറേ ഇല്ല. ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ഐലൈനർ, ഒരു പൊട്ട് അതിൽ നമ്മൾ ഒതുക്കും. അപ്പം നമ്മളിന്ന് ഒരു മോയ്സ്ചറൈസിങ് ക്രീം, സോഫ്റ്റിൻ്റെ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ മാമാ എർത്തിൻ്റെ സൺസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പുറത്തിറങ്ങുകയാണെങ്കിൽ എന്തിട്ടില്ലെങ്കിലും സൺസ്ക്രീം ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് കുറച്ച് വാരി പൊത്തിയിട്ടുണ്ട് മുഖത്ത് നന്നായിട്ട്. അപ്പം ക്രീം കൊണ്ടുള്ള കലാപരിപാടികൾ മുഖത്തെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനർ എനിക്ക് ഫോണിൽ നോക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞി കണ്ണാടി വെച്ചിട്ട് വരയ്ക്കുകയാണ്. പിന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 ഇയറൊക്കെ കഴിഞ്ഞു ഞാൻ ബാലുശ്ശേരി പോയിട്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് പോയിരുന്നതായതുകൊണ്ട് നമ്മൾ ഒട്ടും ഭംഗി കുറയ്ക്കേണ്ട, നമ്മൾ നല്ല അടിപൊളിയായിട്ട് പോകാമെന്ന് തന്നെ എഴുതി. അപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫൈനൽ പാർട്ടായിട്ടുള്ള ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാനൊരു ലിപ് ലൈനറും ഒരു 2 ലിപ്സ്റ്റിക്കും മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത്. പിന്നെ ഒരു പൊട്ടും തൊട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മുടി കെട്ടി കൊടുക്കുകയാണ്. മുടി ആദ്യം ഞാൻ കരുതിയത് അഴിച്ചിട്ട് കൊടുക്കാമെന്നാണ്. അഴിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഓഞ്ഞ ലുക്ക് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒന്നും നോക്കിയില്ല. എൻ്റെ ദേശീയ ഹെയർ സ്റ്റൈലായിട്ടുള്ള പോണി ടെയിൽ കെട്ടി. അതാകുമ്പം വേറൊന്നും നോക്കണ്ടല്ലോ. അപ്പം അങ്ങനെ പോണി ടെയിൽ കെട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു സിമ്പിൾ ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.